ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഡിമാൻഡുള്ള നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ എയർ പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. കാരണം നമ്മൾക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്ലാന്റ്സ് ഇല്ലായിരുന്നു, പക്ഷേ ഒരുപാട് പേര് എൻക്വയറിയും കൂടെ ചെയ്തതുകൊണ്ട് അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോൾസെയിൽ പർച്ചേസും അല്ലാത്തതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഹോൾസെയിൽ ഒരുപാട് എൻക്വയറിയും നമുക്ക് ഒരുപാട് ഓർഡേഴ്സും വന്നു. അപ്പം ഹോൾസെയിലായിട്ട് അതായത് ചെറിയ രീതിയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ നഴ്സറീസിനും ഓൺലൈൻ സെല്ലേഴ്സിനൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട് വെള്ളനാപ്സ് അപ്പം ഒരുപാട് ഓർഡർ വന്നു. ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഓർഡേഴ്സ് വന്നു. നമുക്ക് മെസ്സേജസ് പോലും നോക്കാൻ പറ്റാത്ത വിധം നമുക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയുന്നതിന്, കാരണം ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ ഒരു സെയിലിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു എയർ പ്ലാന്റ് എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര മെയിൻ്റനൻസ് കുറവുള്ള പ്ലാന്റ്. നമ്മൾ ഒരുപാട് കെയർ ചെയ്യണ്ട, ഫെർട്ടിലൈസർ എപ്പോഴും കൊടുക്കണ്ട, വളം കൊടുക്കണ്ട, നമ്മൾ നടണ്ട, ഒന്നും വേണ്ട. മണ്ണും എന്താ പറയുക ചകിരിച്ചോറ് ഒന്നും വേണ്ട. ഇതിന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മാത്രം മതി. അത് അതിൽ നിന്ന് ഫ്ലവർ ആയിക്കോളും. കാരണം ഇത് നമ്മൾ തന്നെ ഇവിടെ ചുമ്മാ ഒരു എന്താ പറയുക ഒരു നെറ്റിലെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ച് വല്ലപ്പോഴും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു നല്ല ഫ്ലവറിങ് നമുക്ക് കിട്ടി. കാരണം നമുക്കും അധികം നോക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തില്ല, എന്നിട്ട് വരെ ഇത് ഫ്ലവറിങ് കിട്ടി. കാരണം ഇതിൻ്റെ ന്യൂട്രിയൻസിന് ആവശ്യമുള്ള സാധനമൊക്കെ ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിവിടെ രണ്ട് വെറൈറ്റിയാണ് വരുന്നത്. ഒന്ന് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ആൻഡ് ബ്ലൂ മിക്സ്. അപ്പോൾ റെഡ് ആൻഡ് ബ്ലൂ മിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഫ്ലവർ വരുന്നതിന് തൊട്ട് മുന്നേ ഇതിൻ്റെ സൈഡിലെ ലീഫിലൊക്കെ റെഡ് കളറായി മാറും. അതിൻ്റെ ആ നടുക്കുന്ന ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു വയലറ്റ് ഒരു ഫ്ലവർ മൊട്ട് വന്നിട്ട് അത് വിരിയും. അതാണ് ആ ഒരു വെറൈറ്റി. പിന്നെ രണ്ടാമത്തെ വെറൈറ്റി പറയുമ്പോൾ യെല്ലോ ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അത് ഈ ഫ്ലവറിങ് മൊട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലുള്ള ലീഫൊക്കെ യെല്ലോ കളറായിട്ട് ആ മൊട്ട് വൈറ്റ് കളർ മൊട്ട് വന്നിട്ട് അത് ഫ്ലവർ വരും. അതാണ് ആ ഒരു വെറൈറ്റി. പിന്നെ ഇത് രണ്ടും ഈ ഒരു വെറൈറ്റി. പിന്നെ വേറെ നമുക്കൊരു ഫോക്സ്റ്റൈൽ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഫോക്സ്റ്റൈൽ വെറൈറ്റിയിൽ വരുന്നതെന്ന് വെച്ചാൽ അതിലൊരു നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാത്തിൻ്റെ സൈസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് സെയിലും ഡീറ്റെയിലും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് വരുന്ന വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മുടെ എയർ പ്ലാനിൻ്റെ റെഡ് ആൻഡ് ബ്ലൂ ആ ഒരു മിക്സിൽ വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി. ഇതേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് ഫ്ലവറിങ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം. കാരണം ആ കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ട് അത് കണ്ടിട്ട് അവരുടെ വീട്ടിൽ കണ്ടിട്ടും അങ്ങനെയൊക്കെ വീണ്ടും അവരുടെ ഫാമിലി മെമ്പേഴ്സ് പിന്നെ അവർ തന്നെ വീണ്ടും കളക്ഷനായിട്ട് നമ്മുടെ ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് രണ്ട് രീതിക്കാണ് സെയിലിന് വരുന്നത്. ബഞ്ചായിട്ടും ഉണ്ട്, സിംഗിളായിട്ട്. ഇതൊക്കെ സിംഗിളാണ് കേട്ടോ, ബഞ്ചായിട്ടുള്ള ഉണ്ട്. പിന്നെ നമുക്ക് കായ്ക്കുമ്പോൾ എല്ലാം ചിലപ്പോൾ നമുക്ക് വിത്ത് ഫ്ലവർ കാണത്തില്ല. അപ്പം നിങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വരുന്നതാണ്. കാരണം അത്യാവശ്യം വല്ലപ്പോഴും ഓവർ വാട്ടറിങ്ങും വേറെ ഒന്നും നടിയൊന്നും ആവശ്യമില്ല. വല്ലപ്പോഴും ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതിന്. അപ്പം പ്ലാന്റ് സൈസും ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക. പിന്നെ നമുക്കിത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതാ ഇതിൽ കാണുന്ന പോലത്തെ രീതിയിൽ ഒരു ബോളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെറ്റ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിക്ക് വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ല, ഇത് നോർമലി അതിൽ നിന്ന് തന്നെ ഓരോ പുതിയ തൈ ഇങ്ങനെ പൊട്ടി വന്ന് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു ഇത് വരുന്നതാണ്. പിന്നെ ഇതാണ് സിംഗിൾ. ഈ ഒരു സൈസൊക്കെയാണ് സിംഗിൾ വരുന്നത്. അതുപോലെ ഞാൻ വീണ്ടും പറയുന്നത് നമുക്കെല്ലാം ഫ്ലവറിങ് ചിലപ്പോൾ കാണത്തില്ല. എന്താ പറയുക, ചിലപ്പോൾ അല്ലാതെ ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് നമ്മൾ തരുന്നത്. കാരണം നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഇതിലൊക്കെ നമുക്ക് പെട്ടെന്ന് ബഡ് വരുന്നതാണ് ഈ പ്ലാന്റ്സ് ഒക്കെ. അങ്ങനത്തെ സൈസിലുള്ളതാണ്. പിന്നെ ഇതൊക്കെയാണ്. ഇത് തീരെ ചെറിയ പ്ലാന്റിലൊരു നല്ല കളർ കയറിയത്. ബഡ് വരാറായത്. ഈ ബഡ് വരാറാവുമ്പോഴാണ് അതിൻ്റെ സൈഡിലൊക്കെ നല്ല റെഡ് ഷെയ്ഡ് കയറി വരുന്നത്. ഇതൊക്കെ സിംഗിളാണ് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ബഞ്ച് വരുന്നത്. ബഞ്ചിൽ നമുക്ക് മിനിമം എന്താ പറയുക 2 അല്ലെങ്കിൽ 3 പീസ് ആയിരിക്കും മാക്സിമം. നമുക്ക് ഓരോ ഇതനുസരിച്ച് വരും. ചിലപ്പോൾ 5 വരുന്നതാണ്, ചിലപ്പോൾ എന്നാലും എങ്ങനെ പറയുകയാണെങ്കിൽ മിനിമം 2 ആയിരിക്കും. പിന്നെ മാക്സിമം 5 or 6 ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പം അതാണ് നമ്മുടെ ബഞ്ച്. അപ്പം സിംഗിളായിട്ടും ബഞ്ചായിട്ടും കൊടുക്കും. സിംഗിൾ നമ്മൾ 100ഉം ബഞ്ചിന് നമ്മൾ 160 ആണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബഞ്ചാണ്. ഇതിലിപ്പോൾ 4 പ്ലാന്റ് ഉള്ളതാണ്. ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു എമൗണ്ട് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്കും അത് ഒരു ഇൻകം ആയിട്ട് കിട്ടാൻ സാധിക്കുന്നതാണ്.
ഇനി അടുത്ത് വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ വൈറ്റ് ആൻഡ് യെല്ലോ മിക്സിൽ വരുന്ന നമ്മുടെ ഈ ഒരു എയർ പ്ലാന്റ്. കണ്ട ഇതേപോലെ ഇതിനാന്ന് വെച്ചാൽ മെച്ചറായത് ഫ്ലവറിങ് ആകാറാകുമ്പോൾ ഇതിൻ്റെ സൈഡിൽ അത്രയും ആ ഒരു ലീഫ് മഞ്ഞ കളറായിട്ട് ഒരു അതിൽ നിന്നൊരു വൈറ്റ് ഫ്ലവർ വരും. അതാണ് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വെറൈറ്റീസ് ഒക്കെ അത്യാവശ്യം എയർ പ്ലാന്റ് മൊത്തത്തിൽ നല്ല മൂവിങ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് സ്പാനിഷ് മോസും കൂടെയാണ്, പക്ഷെ അത് ഉടനെ നമുക്ക് എന്തായാലും വരുന്നതായിരിക്കും. ഇത് കണ്ട നമ്മൾ ഈ റെഡിനും യെല്ലോയ്ക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം സൈസ്, കാരണം ഇത്രയും ബഞ്ചായിട്ടുള്ളത് വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ സെയിം സൈസ്, ഈ രണ്ട് വെറൈറ്റി നമുക്ക് സെയിം സൈസൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. സൈസിൽ ഡിഫറൻസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. കാരണം ഒരുപാട് പേര്, പക്ഷെ എനിക്ക് ആ റിവ്യൂസൊക്കെ ഞങ്ങൾ സ്ക്രീൻഷോട്ട്സൊക്കെ ആഡ് ചെയ്യുന്ന വെച്ചപ്പോഴത്തേക്കും നമ്മുടെ സ്ക്രീൻഷോട്ട് കുറേ മിസ്സായിപ്പോയി. കാരണം ഈ നമുക്കൊരു 2 ദിവസം മുന്നേ കൂടെ ഒരു കസ്റ്റമർ, അതും ഇവിടെ ഉള്ളതല്ല, അത് നമുക്ക് നാഗാലാൻഡിലുള്ള കസ്റ്റമറാണ്, നമുക്ക് കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിറച്ച് ഇടയ്ക്കിടയ്ക്ക് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ നമ്മുടെ ഇത് 2 വെറൈറ്റീസും 2 എണ്ണം വീതം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോക്സ് ടെയിലിൻ്റെ ഒന്നും അങ്ങനെയൊക്കെ പർച്ചേസ്. അപ്പോൾ അവർക്ക് എങ്ങനെ നല്ല രീതിയിൽ ഫ്ലവറിങ് വരുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ പേര് നമുക്ക് അങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. പക്ഷെ കുറേയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് മൂവിങ് ഉള്ള വെറൈറ്റിയാണ് കേട്ടോ എയർ പ്ലാന്റ്സ് ഒക്കെ. പിന്നെ അതേപോലെ നമ്മുടെ കഴിഞ്ഞ ഫെല്ലാപ്സിസ് നമുക്ക് നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഫെല്ലാപ്സിസ് ഇതുവരെ ബുക്ക് ചെയ്യാത്തവർക്ക് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കാറ്റലോഗും ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഇനി രണ്ടാമത് വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ ഫോക്സ് ടെയിൽ. ഇതാണ് ഫോക്സ് ടെയിൽ. ഇതിലൊരു നല്ലൊരു ഓറഞ്ച് കളർ ലീഫാണ് വരുന്നത്, ലീഫല്ല ഫ്ലവറാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോക്സ് ടെയിൽ എന്ന് പറയാൻ കാരണം തന്നെ ഇതിൻ്റെ ഒരു വാല് പോലത്തെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. അപ്പോൾ ഈ വെറൈറ്റി നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വെറൈറ്റി വരുന്നത്. കണ്ടോ, ഇതാണ് ഈ ഫോക്സ് ടെയിൽ വരുന്നത്. ഈ ഒരു നല്ല രീതിയിൽ ഓറഞ്ച് വരുന്ന ഫ്ലവേഴ്സൊക്കെ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രിഫ്റ്റ് വുഡിലൊക്കെ സെറ്റ് ചെയ്ത് ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റി. അല്ലാതെ നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും പ്ലേസ് ചെയ്താൽ അത് അവിടെ ഇരുന്ന് വല്ലപ്പോഴും വാട്ടറൊക്കെ ചെയ്ത് അത് അവിടെ നിന്ന് വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഫ്ലവറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ്സ് കേട്ടോ. എല്ലാം നല്ല മെച്ചർ ബ്ലൂമിങ് ആവാറായ പ്ലാന്റ്, ബ്ലൂമിങ് ആയ പ്ലാന്റ്സ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെ കുറച്ച് ബുഷി ആയിട്ടുള്ള പ്ലാന്റ്. ഈ ഒരു ഫോക്സിൽ തന്നെ ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്, കുഞ്ഞു പുതിയ ഷൂട്ട്സ് വരുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. അങ്ങനത്തതും ഉണ്ട്, അല്ലാതെ നമുക്ക് ഷൂട്ട്സ് ഇല്ലാത്തതും ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഫോക്സിൽ. അപ്പോൾ ഈ ഇത്രയും 3 വെറൈറ്റി എയർ പ്ലാന്റ്സിൻ്റെ ഈ 3 വെറൈറ്റീസാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ചിലപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് മെസ്സേജാണ്, വാട്സപ്പ് ആയിട്ട് മെസ്സേജ് ചെയ്യുക, കോളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഹോൾസെയിൽ നമ്മളിപ്പോൾ ഒരുപാട് നമുക്ക് ബൾക്ക് ലോഡ് വരുന്നുണ്ട്. നമുക്കൊരു 5000 പീസിന് മുകളിലൊരു ബൾക്ക് ലോഡാണ് വരുന്നത്. അപ്പോൾ അതിൽ ഹോൾസെയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എയർ പ്ലാന്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇനി അടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മളിന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ട് സൈസ്, കാരണം നമുക്ക് എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫോൺ നമ്മൾ ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോറേജ് നമുക്ക് അത്യാവശ്യം ആവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ഇത് അറിയിക്കുന്നത്. പിന്നെ കാറ്റലോഗായിട്ട് നമ്മൾ ചെയ്താലും കാറ്റലോഗിൽ നമുക്ക് വീഡിയോയും അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ കാറ്റലോഗ് ഓപ്പൺ ആക്കാൻ ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യമേ എല്ലാവരുടെ അടുത്തും പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. കാരണം വീഡിയോസിൽ എല്ലാത്തിനെ പറ്റി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സൈസ് കാണിക്കുന്നുണ്ട്, നമുക്ക് പറയാനുള്ള ആ ഒരു പ്ലാനിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ പറയുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മൾ മെൻഷൻ ഒരു 300 ആണ് നമ്മൾ പറഞ്ഞത്, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 300 ഏത് പ്ലാന്റ് ആണെന്ന് വരെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലും എനിക്കൊരു ശ്രദ്ധിക്കുന്നത്, അത് ആദ്യമേ തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, അതുപോലെ ശ്രദ്ധിക്കാതെയാണ് വന്ന് കുറേ പേര് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. കാരണം നിങ്ങൾ വാങ്ങുന്ന പ്ലാന്റ്സ്, ഇപ്പം നിങ്ങൾ ഏത് സംഭവമാണോ വാങ്ങുന്നത് അത് നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങുക. കാരണം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മളുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടാണ് മെസ്സേജ് ഇട്ടത്, എല്ലാവരും. അപ്പോൾ യൂട്യൂബിൽ അത് നമ്മൾ എവരി ഫോൺ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ചാടിക്കയറി എല്ലാവരും നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. ആരും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണില്ല. കാരണം നമ്മൾ അതിൽ എന്ന് അയക്കുമെന്നും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഏത് പ്ലാന്റ്സ് ആണോ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് ആ പ്ലാന്റ് ഒരു മെസ്സേജ് ഇടുക. അതായത് ഇപ്പോൾ എയർ പ്ലാന്റ് ആണെങ്കിൽ എയർ പ്ലാന്റ് ഉണ്ടോ, അല്ലെങ്കിൽ എയർ പ്ലാന്റ്
അവൈലബിൾ ആണോ, അതിൻ്റെ കാറ്റലോഗ് അങ്ങനെ ചോദിക്കുക. മിക്കവർ വന്നിട്ട് പ്ലാന്റ് കാറ്റലോഗ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കിപ്പം നമ്മുടെ ലഗ്ലോണിമയും ഫിലഡൻഡ്രോണും എയർ പ്ലാന്റ്സും ഫേൺസും കുറച്ച് എക്സോട്ടിക് പ്ലാന്റ്സും ഓർക്കിഡ്സിൻ്റെ ഡെൻഡ്രോബി ഫിലിനോപ്സ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയത്. അപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റ്, നമ്മളെ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് ഒന്ന് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗ് സെപ്പറേറ്റിൻ്റെ എല്ലാം നമ്മുടെ ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ പേരും കൂടെ പറയാം. നമുക്ക് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങ് ഡയറക്റ്റ് ഡീറ്റെയിൽസ് അങ്ങ് അയച്ചു തരാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചൊരു ഡിലേ വരും. കാരണം ഓൾറെഡി മെസ്സേജസ് ഒക്കെ നമുക്കിങ്ങനെ ഒരുവിധം കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് നമ്മൾ വരുന്നുണ്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളും കൂടെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരുപാട് മെസ്സേജസും കൂടെ ഇപ്പം വരുന്നതുകൊണ്ടും കൂടെയാണ് ഇത്തിരി ഒന്ന് ഡിലേ ആവുന്നത്. എന്നാലും മാക്സിമം പേർക്ക് നമ്മളിങ്ങനെ റിപ്ലൈ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കൊറിയർ കാണത്തുള്ളൂ. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഫിക്സ് ചെയ്യും. കാരണം നമ്മൾ ഒരു ആഴ്ച മുഴുവനുള്ള ഓൾമോസ്റ്റ് ഒരു 7 ഡേയ്സിനുള്ള എല്ലാ ഓർഡറും കൂടെ എടുത്തിട്ട് ഒരു ദിവസമാണ് നമ്മൾ അയക്കുന്നത്. അപ്പം ആ ഒരു ദിവസം നമുക്ക് അത്രയും പ്രഷർ, അത് നമുക്ക് തലേ ദിവസം തൊട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പം അത്രയും നമുക്ക് വർക്ക് ലോഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വരുന്ന ഓർഡേഴ്സ് ചിലപ്പോൾ നമുക്ക് ആ ദിവസം തന്നെ അയക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അടുത്ത വീക്കിലോട്ട് അത് പോകാനും ചാൻസ് ഉണ്ട്. കാരണം അത്രയും പ്ലാൻസ്, കാരണം ഇപ്പം തന്നെ നമുക്ക് ഫെലനോപ്സിസിന് തന്നെ ഒരു 120 ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് 120 ഓർഡേഴ്സ് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് 1-2 ദിവസമായിട്ട് അയക്കുക, അല്ലെങ്കിൽ 2 ബാച്ചായിട്ട് അയക്കേണ്ടി വരും. ഒരു വീക്കും പിന്നെ ഈ ഒരു വീക്കിൽ ഒരെണ്ണം അടുത്ത വീക്കിൽ ഒരെണ്ണം, കാരണം അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം ആകെ ഒരു സൺഡേ ആണ് നമുക്കൊരു പാക്കിംഗ് ആയിട്ട് ടൈം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡിലേക്ക് വരെ നമ്മൾ വീഡിയോയിലൂടെയും അല്ലാതെയൊക്കെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും പ്ലാൻസിൻ്റെ വേറെ ഒരു ഇഷ്യൂസും വരത്തില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ ചില ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇതുള്ളൂ, കൊറിയർ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഓർഡറും കൂടെ വരുന്നുണ്ട്. നമുക്ക് പാക്കിംഗ് എല്ലാം കൂടെ ചെയ്ത് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു താമസം വരും. അതെന്തായാലും നമ്മളത് മാക്സിമം പരിഹരിച്ച് തന്നെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് വഴി ഹോൾസെയിൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.